GST അല്ലാതെ വരുമാനമില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. വിൽപ്പന നികുതിയായി 33,000 കോടി കൂടി ലഭിക്കും. GSTയും വാറ്റും ചേർന്നാൽ പോലും ശമ്പളവും പെൻഷനും കൊടുക്കാനുള്ള തുകയാകില്ല. ഇതിന്റെ കൂടെ ഒരു 19,000 കോടി രൂപയുടെ നികുതിയേതര വരുമാനം ചേർന്നാലും നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ പോലും നടക്കുന്നില്ല. ഈ വരുമാനം വെച്ച് കേരളത്തിൽ എന്നല്ല നമ്മുടെ രാജ്യത്തെ ഒരു സംസ്ഥാനത്തും നിലനിൽക്കാനാവില്ല. ഇത് കേരളത്തിന് മാത്രമുള്ള പ്രതിസന്ധിയുമല്ല. തമിഴ്നാടും കർണാടകയും ആന്ധ്രയും തെലങ്കാനയും ഒക്കെ എടുത്താലും സ്ഥിതി ഏറെക്കുറെ ഇതുതന്നെയാണ്. മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും ഗുജറാത്തിലും പഞ്ചാബിലും ഒക്കെ കഥ ഇതുതന്നെ. സംസ്ഥാനങ്ങൾ കൂടുതൽ ഗ്രാന്റും വായ്പയും ചോദിച്ചു ചെല്ലുന്നത് മൂലം ധനമന്ത്രി നിർമ്മല സീതാരാമന് തിരക്കൊടിഞ്ഞ് സമയമില്ല. ആർക്കും ഒരു സഹായവും ചെയ്യാനും സാധിക്കുന്നില്ല. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പോലും കടുത്ത അതൃപ്തിയിലുമായി. ഈ ഘട്ടത്തിലാണ് GST 2.0 നടപ്പാക്കുന്നത്. ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഉൽപ്പന്ന വില കുറയുന്നതോടെ കച്ചവടം കൂടും എന്നൊരു വിപണി സൂത്രവാക്യമാണ്. നവരാത്രി കാലത്ത് ഉത്തരേന്ത്യയിലൊക്കെ അല്ലെങ്കിൽ തന്നെ വ്യാപാരം കൂടുന്നൊരു സമയമാണ്. ആ വർധന ഇക്കുറിയും ലഭിച്ചേക്കും. എന്നാൽ അത് തുടരുമോ എന്ന കാര്യത്തിൽ സർക്കാരുകൾക്ക് ആശങ്കയുമുണ്ട്.